ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നിപ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനെയും കുട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് നമ്പർ കൊടുക്കാത്തതിൻ്റെ കാര്യമൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ മനു ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു എന്ന കാര്യം ഗ്രേസമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം അതിൽ നിന്ന്, അതായത് ഗ്രേസമാൻറ്റിയുടെ ഫോണിൽ നിന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പുതിയ ഫോൺ മേടിച്ചായിരുന്നു, ഞാൻ ഓർത്തില്ല, നമ്പർ കൊടുക്കാനും ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം അലീന ഇവിടേക്ക് എങ്ങാനും വന്നായിരുന്നോ എന്നും ചോദിച്ചാൽ വിളിച്ചതെന്നുള്ള കാര്യം ഗ്രേസമാൻറ്റി ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുക. ഇങ്ങോട്ട് വന്നോന്നോ, എപ്പോൾ വന്നോന്ന്? അപ്പം ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് എന്നെ വിളിച്ചത്. എന്താന്ന് കാരണം ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക ഗ്രേസമാൻറ്റി. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന ചേച്ചി അവിടെ നിന്ന് പോന്നോന്ന് ചോദിച്ചു. അത് ചോദിച്ചില്ലേ ആൻറ്റിയെന്നും. അന്നേരം അതൊക്കെ ഞാൻ ചോദിച്ചടി, ഞാൻ പിന്നെ അത് ചോദിക്കാതിരിക്കുമോ? നിൻ്റെ അത്ര പൊട്ടിയാണോ ഞാനെന്ന് ചോദിക്കുക ഗ്രേസമാൻറ്റി. അല്ല, എൻ്റെ അത്രയും വരത്തില്ല. എന്നിട്ട് എന്നാ പറഞ്ഞു മനുച്ചേട്ടൻ എന്ന് ചോദിക്കുമ്പം ഇങ്ങോട്ട് പോന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്, കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അലീന ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ അവിടുന്ന് പോരാൻ പറ്റത്തില്ലെന്ന്. മിനിങ്ങാന്ന് നമ്മൾ പോയി കൊണ്ടുവരാനായിട്ടിരുന്നല്ലേ, അപ്പോഴല്ലേ ചേച്ചി വിളിച്ച് പറഞ്ഞേ അവിടുന്ന് അങ്ങോട്ട് പോരണ്ടാന്ന്. പിന്നെ എന്തിനാ മനശങ്കര അങ്ങനെയൊക്കെ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ ഇവർ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അലീന അങ്ങോട്ട് വന്നായിരുന്നോ എന്ന് അങ്ങനെ ചോദിക്കാൻ ഇപ്പം എന്താ കാരണം? മനുച്ചേട്ടൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. നമുക്ക് നേരിട്ട് മുത്തശ്ശിയോട് തന്നെ ചോദിച്ചറിയാമല്ലോ. ഞാനിപ്പോൾ തന്നെ വിളിക്കാം, ഫോൺ എടുത്തുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാനായിട്ട് രേവതിക്കുട്ടി അങ്ങ് പോയി. എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഇവരവിടെ എങ്ങനെ ഇരിക്കുക. ആ സമയത്ത് തന്നെ ഫോൺ എടുത്ത് നമ്മുടെ രേവതിക്കുട്ടി മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. അപ്പോൾ കോള് എടുത്തിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിക്കുട്ടി നിൽക്കുക. ഹലോ ഹലോ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നനക്കൊന്നുമില്ല. അപ്പോഴും ഹലോ ഹലോ എന്ന് വയ്ക്കും. ഹലോ പറഞ്ഞോ, ഇതാരാ, ഞാനാ, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞോ മോളെ, എനിക്ക് കേൾക്കാമെന്ന് പറഞ്ഞു മുത്തശ്ശി. അതെ, എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. അലീന ചേച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അലീന പോയെന്ന് പറഞ്ഞു. പോയെന്നോ? ഇങ്ങോട്ട് വന്നില്ലല്ലോ, അവിടെ ഇല്ലേ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ടെൻഷനോട് കൂടി ചോദിക്കുക. അപ്പോൾ വന്നില്ലെന്നോ? ഇന്നലെ പോയതാണല്ലോ അവൾ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് രേവതിക്കുട്ടിക്ക് ടെൻഷനായി. എങ്ങോട്ടാ പോയതെന്ന് രേവതിക്കുട്ടി ചോദിച്ചു. അപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അവൾ പോയല്ലോ എന്ന് രേവതിക്കുട്ടി പറയുക കേട്ടോ. രേവതിക്കുട്ടിയോട് മുത്തശ്ശി പറയുക, ചിലപ്പോൾ കഴക്കൂട്ടത്തോട്ടായിരിക്കും അവൾ പോയത് എന്ന് പറഞ്ഞപ്പം കഴക്കൂട്ടത്തോ? അയ്യോ ചേച്ചി എന്നാത്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നേ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ചോദിച്ചു. അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി. അലീന ചേച്ചിയെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പിരിഞ്ഞോ തിരിഞ്ഞോ എന്നൊന്നും എനിക്കറിയാൻ മേല, അവൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന് മുത്തശ്ശി രേവതിയോട് പറയുമ്പം ഇന്നലെ എപ്പോഴാണ് പോയതെന്ന് ചോദിച്ചു. ഉച്ചയൊക്കെ ആയി കാണുമായിരിക്കും, അന്നേരമാണ് പോയേ. സത്യം പറ മുത്തശ്ശി, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനെ തല്ലി ഇറക്കി വിട്ടതാണോ എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുക. അപ്പം മുത്തശ്ശി അത് പിന്നെ ഇവിടുന്ന് പോയി, എനിക്ക് അത്ര അറിയത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഏതായാലും പാലം കിടക്കുന്നത് വരെ നാരായണ, അത് കഴിയുമ്പോൾ കൂരായണ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും നമ്മുടെ മുത്തശ്ശി അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഇവിടെ കിടന്ന് ഹലോ ഹലോ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. ഫോൺ വെച്ചു എന്ന് മനസ്സിലായി, കട്ട് ചെയ്തിച്ച് പോയി എന്ന് രേവതിക്കുട്ടി എന്നിട്ട് ഇവരോട് പറയാം. എന്തോ കുഴപ്പമുണ്ടല്ലോ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെപ്രാളം കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങനെ പറയൂ കേട്ടോ. അന്നേരം നീ മനുശങ്കറിനെ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അനുയുടെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് മനുവിനെ വിളിക്കുക. മനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടിക്ക് ടെൻഷനായി. ഞാനിനി എന്നാ ചെയ്യും? അലീന ചേച്ചി എവിടെ പോയി? ഞാൻ എവിടെ പോയി അന്വേഷിക്കുക? എന്നെ പറ്റും എൻ്റെ അലീന ചേച്ചിക്ക് എന്നൊക്കെ ചോദിച്ച് ടെൻഷനാകുമ്പോൾ നീ ചുമ്മാ കിടന്ന് പിടയ്ക്കാതെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു മാമച്ചായൻ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഭയങ്കരമായിട്ട് നിന്ന് ഇങ്ങനെ തകരുന്ന പോലെ നിൽക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ ഒരു ചിന്ത, ഒന്ന് പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നേരെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുക. വേറെ ആരും അല്ല, അവിടെ ബാലചന്ദ്രൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ. അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ്റെ നമ്പറിൽ വിളിച്ചു. എവിടെയാണ് തൻ്റെ ചേച്ചിയെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ, പേടിയോടെ, പരിഭ്രമത്തോടെ ഓടി നടക്കുക രേവതിക്കുട്ടി. ഈ സമയത്ത് നമ്മുടെ മനു വണ്ടി ഓടിച്ചിങ്ങ് പോരും. അപ്പോൾ എനിക്ക് വഴി തെറ്റുമോ അങ്കിളെ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനോട് പറഞ്ഞു. എടാ നീ പാലായിൽ നിന്നാണോ വരുന്നത് എറണാകുളത്ത് നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പാലായിൽ നിന്നാന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഇപ്പോൾ കൂത്താട്ടുകളും എത്തിയെന്ന് പറഞ്ഞു. എടാ നേരെ പിറവത്തിനുള്ള റൂട്ട് പിടിച്ചാൽ മതിയെന്നും പിന്നെ ഞാൻ ലൊക്കേഷൻ അയച്ചത് കിട്ടിയില്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചായിരുന്നല്ലോ, നോക്കട്ടെ എന്നും പറഞ്ഞു ബാലൻ സ്വന്തം ഫോൺ പിന്നെയും നോക്കുക. അപ്പോഴേക്കും അലീനയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണയും കൂടെ വരുക. ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേച്ചിയുടെ ചുരിദാറൊക്കെ ഇട്ട് നമ്മുടെ കൃഷ്ണമോളിങ്ങനെ വരുക കേട്ടോ. അന്നേരം ബാലന് ഭയങ്കര സന്തോഷം. 2 മക്കളും കൂടെ വരുന്നത് കണ്ടപ്പോഴേ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ബാലൻ അവിടെ അങ്ങനെ ഇരിക്കുക. എടാ ഞാൻ ഒന്നുകൂടെ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു.
അപ്പോൾ മനു ഇതൊന്നും അറിയുന്നില്ല, പാവം വണ്ടി ഓടിച്ച് വരുന്നു. അപ്പോൾ ലൊക്കേഷൻ കിട്ടി. അപ്പോൾ അച്ഛൻ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് അപ്പോൾ എന്താ അച്ഛാന്ന് ചോദിച്ചു. അലീന ചേച്ചിക്ക് ചെരുപ്പില്ല എന്ന് പറഞ്ഞു. ചെരുപ്പ് എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ എടാ മനു ഹോൾഡ് ചെയ്യണം കേട്ടോടാ, ഇവിടെ ഒരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ആ ശരി അങ്കിളെ, ശരി എന്ന് പറഞ്ഞു മനു ഫോൺ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇന്നലെ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് പുറത്തിറക്കിയപ്പോഴേ ചെരുപ്പൊക്കെ പോയെന്ന് പറയുക കൊച്ച. നോക്കുമ്പോൾ അലീനയുടെ കാലേ ചെരുപ്പില്ല. അലീന ചെറു പുഞ്ചിരിയോടെ നിൽക്കാം. ഇന്നലെ മുതൽ ചെരുപ്പില്ലാണ്ടിരിക്കുകയാണോ പൊന്നുമോള്, അച്ചടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ നേരെ അലീന ഇങ്ങനെ കൃഷ്ണയെ നോക്കുക. അപ്പോൾ എത്ര അളവെന്ന് ചോദിച്ചു. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ആണെന്ന് പറയുമ്പം എടാ മനുവേ, നീ അവിടെ ഏതെങ്കിലും ഫുഡ് വെയറിൽ ഇറങ്ങിയിട്ടേ ഒരു 6 ഇഞ്ചിൻ്റെ ലേഡീസ് ചെപ്പൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം പോരാ 2 എണ്ണം വേണം, അലീന ചേച്ചിക്ക് 2 കാലുണ്ടെന്ന് പറഞ്ഞു കൃഷ്ണ. അപ്പോൾ ഒരെണ്ണം വെച്ചെന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എടാ മനു, കൂത്താട്ട് കുളത്തുനിന്ന് കൃത്യം ഒരു 1/2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ കേട്ടോ. പിന്നെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് വരണം, ഇത് ഹോട്ടലല്ല, ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ശരി എന്നും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ ഇങ്ങനെ എഴുന്നേറ്റ് കൊച്ചിനെ നോക്കുക. ഇത് ഏതാടി ഈ ഡ്രസ്സെന്ന് ചോദിച്ചു. അപ്പോൾ അലീന ചേച്ചിയുടെയാ, എനിക്ക് വേറെ ഡ്രസ്സില്ലല്ലോ, ഞാൻ ഓടി കയറിയതല്ലേ കാറിലോട്ടെന്ന് കൃഷ്ണ പറയാം. അപ്പം നിനക്ക് പാകമാണോ ഇത്? അപ്പോൾ ഒരുവിധമൊക്കെ ഒപ്പിച്ചു. നിനക്ക് നാണം ഉണ്ടോടി അവളുടെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ വരെ നാണം ഉണ്ടായിരുന്നു, ഇന്നെല്ലാം പോയി എന്ന് നമ്മുടെ കൃഷ്ണ പറയാം. അപ്പോഴും ബാലൻ ഒന്ന് ചിരിച്ചു. ശരിയാ, ഇന്നലെ എന്നോട് മിണ്ടിയത് പോലും ഇല്ല, നാണക്കൂടുതൽ കാരണം. ഇന്ന് രാവിലെ നോക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അപ്പം അതെനിക്ക് തണുത്തിട്ടാ, ഏസ് കൂടുതലായിരുന്നു എന്ന് കൃഷ്ണ പറയാം കേട്ടോ. ഇനി എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മനു അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് പോയി ചാടണമെന്ന് പറഞ്ഞു. അതിന് സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ, പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് ബാലൻ ഇങ്ങനെ പറയാം കൊച്ചിനോട്. അപ്പോൾ വാ ചേച്ചി, നമുക്ക് ഇതിലേക്ക് ഒന്ന് ചുറ്റി വരാമെന്ന് പറഞ്ഞ് 2 പേരും കൂടി ഇങ്ങനെ പോവാം. ഇതിൽ എങ്ങനെ നടക്കാനാ മോളെ, ഇതിലൊത്തിരി നടക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി വാ നമുക്ക് ടെറസിലേക്ക് പോകാമെന്ന് പറഞ്ഞു കൊച്ച് അലീനയും പിടിച്ച് അങ്ങ് പോവാം. ഈ സമയത്ത് മുത്തശ്ശിക്ക് ഒരു സാധനം പോലെ ഈ നേരം വരെ കിട്ടിയിട്ടില്ല. മോളെ വൈജയേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിയാട്ടോ. വൈജമോള് തിരിഞ്ഞു പോലും നോക്കുന്നുമില്ല. ഇവളൊക്കെ എവിടെ പോയി കിടക്കുക? എൻ്റെ പൊന്നെ, വിളിച്ചാലും കേൾക്കത്തുമില്ല, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കത്തുമില്ല. എടി വൈജേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ എന്നാത്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ അലർന്നതെന്ന് ചോദിച്ചുകൊണ്ട് വൈജമോള് വന്നു. അപ്പോൾ എത്ര വിളിക്കണവേടി, ഇനിയൊന്നൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ. എൻ്റെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരം കയറി വന്നു. എന്നതാ അമ്മേ, മനുഷ്യൻ ഇവിടെ നീറി പൊകഞ്ഞുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് അമ്മയുടെ ഒരു വക അലർജി, എന്തിനാത്തിനോ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവണേ. എടി ബാലചന്ദ്രൻ്റെ വിവരം വല്ലതും ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് പറയാം, ഇവിടെ കിടന്ന് തൊള്ള കീറാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ചേടാ അതാണ്ട് കിടക്കുന്നു, നീ എന്തിനാടി എൻ്റെ നേരെ ചാടി കടിക്കാൻ വരുന്നേ? ഞാനെന്നാ ചെയ്തു? പിന്നെ എറണാകുളത്ത് നിന്ന് രേവതിക്കുട്ടി വിളിച്ചായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ അലീന നാഴിക്ക് 40 വട്ടവും പറയുമല്ലോ അവളുടെ അനിയത്തിയാണെന്ന്. അവൾ എന്നാന്ന് പറഞ്ഞേ? അവൾ എന്നോട് ചോദിക്കുക അലീന ഇവിടെ ഉണ്ടോയെന്ന്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്നലെ ഇവിടുന്ന് പോയതാ, ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എറണാകുളത്ത് ചെന്നിട്ടില്ലേ എന്ന് വൈജ ചോദിക്കാം. ചെന്നെങ്കിൽ പിന്നെ ആ പെങ്കൊച്ച എന്നെ വിളിച്ച് അങ്ങനെ ചോദിക്കൂടി, നിനക്ക് എന്നാ പറ്റിയേ? അങ്ങനെയാണെങ്കിൽ ഇന്നലെ ബാലചന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാ ചെയ്തിട്ടുണ്ടെന്നാ? കാറിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാ. പറഞ്ഞാലും മനസ്സിലാവില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് അമ്മ അന്നേരം മോളോട് പറഞ്ഞു. സമാധാനം മൊത്തത്തിൽ പോയി. വൈജ ചേടാ, എന്നാലും അവളെയും കൊണ്ട് ഇത് എങ്ങോട്ട് പോയതായിരിക്കും? ചേടാ എങ്ങോട്ടെങ്കിലും വലിയ ഹോട്ടലിലും പോയി കാണുമായിരിക്കും. എടിയും സാരമില്ല, കൃഷ്ണമോളുണ്ടല്ലോ കൂടെ എന്നിങ്ങനെ അമ്മ മോളോട് പറഞ്ഞു. നന്നായി അവളും കൂടെ കയറി പോയതെന്ന് പറഞ്ഞപ്പോൾ അവളൊരു പൊട്ടിയല്ലേ എന്ന് ചോദിക്കുവാണ് വൈജ. എൻ്റെ ദൈവമേ, എനിക്ക് ഉണ്ടായിരുന്ന മനസ്സമാധാനം കൂടി പോയല്ലോ. എടി അവളെ വിളിച്ച് ചോദിക്കണോ ആ രേവതിക്കുട്ടിയെ? അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ കിടന്ന് വിളിച്ചിട്ട് തന്നെ കാണിക്കാനാണെന്ന് മോൾ അമ്മയോട് ചോദിക്കാം. അപ്പോഴത്തേക്കും വേറെ രീതിക്കൊക്കെ ചിന്ത പോയി വൈജയ്ക്ക്. അമ്മ ഇങ്ങനെ കാലും നീട്ടി അവിടെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫോണെടുത്ത് വൈജ ആങ്ങളെ വിളിക്കുക. ഹലോ വൈജെ, രാജീവേട്ടാ, അതെ അലീന എറണാകുളത്ത് എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പം എറണാകുളത്തെ വീട്ടിലുണ്ട് അലീനയെ പോലൊരു ജന്തു. അവർ കഴക്കൂട്ടത്തെ ഓർഫണേജിൽ ഒന്നിച്ച് തെണ്ടിത്തിരിഞ്ഞ് ജീവിച്ചവരാണെന്നൊക്കെ പറയുവാണ് വൈജ. അവൾ അമ്മയുടെ ഫോണിലോട്ട് വിളിച്ചായിരുന്നു അലീന ചേച്ചി എവിടെയാണെന്നും ചോദിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കള്ളവിളിയാണോ എന്ന് നമ്മൾ സംശയിക്കണമെന്ന് രാജീവൻ വൈജയോട് പറയാം. എന്നതാ ഒരു കള്ളവിളി? അവളവിടെ ചെന്നിട്ടുണ്ടായിരിക്കുമെന്നേ.
ചെന്നിട്ടില്ല എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുക. പോലീസിൽ കംപ്ലൈൻറ്റും കൊടുക്കാം. നമ്മളെ ഇറക്കി വിട്ടതിൻ്റെ ചുരുക്ക് തീർക്കാനേ. നമ്മളെ ഇറക്കി വിട്ടെങ്കിൽ അതിന് തെളിവുണ്ടല്ലോ, പട്ടാ പകലല്ലേ എന്ന് പൈസ ചോദിക്കുമോ രാജീവനോട്. അതല്ല രാജീവേട്ടാ, അലീന എറണാകുളത്ത് ചെന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം ബാലചന്ദ്രൻ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. അങ്ങനെ വരാൻ വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കഴക്കൂട്ടത്തു നിന്നവള് നേരെ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ അതിന് ആരും ഇരിക്കുന്നു, അവളുടെ ഓർഫണേജൊക്കെ അടച്ചുപൂട്ടി പോയില്ലേ എന്നൊക്കെ വൈജ ചോദിക്കുക. നീ ബാലചന്ദ്രനെ വിളിച്ചു നോക്കാൻ മേലായിരുന്നോ? അപ്പം ഇന്നലെ മുഴുവൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് റിങ് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ബബിത വിളിച്ചു, രോഹി വിളിച്ചു, ഒരു രക്ഷയും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ എത്ര നാൾ വീട് വിട്ട് ഒളിച്ച് താമസിക്കും? എന്തായാലും തിരിച്ചു വരാതെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അവളും കൂടി ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മേലാസകരം പുകയുന്നത് പോലെ തോന്നുന്നേന്ന് പറഞ്ഞു. സാരമില്ലടി, കൃഷ്ണമോളുണ്ടല്ലോ കൂടെ. അവൾ വെറും ഒരു പൊട്ടിയാ, ഒന്ന് തലോടിയാൽ മതി, പിന്നെ അവരുടെ കൂടെയാണെന്നും അവളെ ബാലചന്ദ്രൻ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ ചേർക്കും. അല്ലെങ്കിൽ തന്നെ അവൾ പണ്ടേ അച്ഛൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, നീ അതൊന്നും കാര്യമാക്കണ്ട, അവൾക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഫോണും കൊണ്ടുപോയിട്ടില്ല രാജീവേട്ടാന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എടി, നമ്മളെ റിസ്ക് എടുത്താണ് അലീനയെ പുറത്താക്കിയത്. ബാലചന്ദ്രൻ അത് അറിയുമ്പോൾ ബല ബേഷെന്നും പറഞ്ഞ് അഭിനന്ദിക്കുമെന്നാണോ നീ കരുതി വെച്ചിരുന്നതെന്ന് ആങ്ങളെ പെങ്ങളോട് ചോദിക്കുന്നു. എടി, അയാളുടെ ഓപ്പോസിറ്റീവ് റിയാക്ഷൻ ആയിരിക്കും എന്ന് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ മേലെ നമ്മളൊരു കടുത്ത പ്രവൃത്തി ചെയ്തപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബാലചന്ദ്രൻ്റെ ഭാഗത്തുനിന്നും ചില പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായ കാര്യമാണ്. നമ്മളതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എല്ലാം പിടിവിട്ട് പോയതുപോലെ തോന്നുന്നല്ലോ എന്ന് വൈജ. സാരമില്ലെന്നേ, ശരിയാകും, നീ ധൈര്യമായിട്ടിരിക്കുക, നീ സമാധാനപ്പെടാൻ പറഞ്ഞു. ശരിയെന്നാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. വൈജ പിന്നെ ഇരുന്നിടത്ത് നനങ്ങിയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുക. ആലോചിച്ച് തല പുകഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു ദേ വരുന്നു റിസോർട്ടിലേക്ക്. മനുവിനെ കണ്ടപ്പോഴത്തേക്കും കൃഷ്ണക്കൊച്ച മനുവേട്ടാന്ന് പറഞ്ഞു ഓടി ഇറങ്ങി അങ്ങ് ചെന്നിട്ട് കൈ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഷെയ്ഖാൻ്റെ ചോദിച്ചത്. ഓ അതോ, 2 കയ്യിലും കവറായിരുന്നു. എന്നിട്ട് പിന്നെ ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്തു. മനു ഹാപ്പി ആണല്ലോ. അങ്ങനെ ദേ റിസോർട്ടൊക്കെ കണ്ട് കയറി ചെല്ലുമ്പോൾ ഞാനിന്ന് ഫുൾ ഹാപ്പി ആണെന്ന് പറഞ്ഞു. എടി മോളെ, ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ? അലീന ചേച്ചി കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് വൈജാൻ്റിയുടെ കൂടെ നിന്ന് വോട്ട് ചെയ്തവളല്ലേ നീ? ഇപ്പം എന്താ കാല് മാറിയോ എന്ന് മനു ചോദിച്ചു കേട്ടോ. പക്ഷേ എന്നിട്ട് പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. അപ്പോൾ പ്രശ്നം തീരാത്തത് നിൻ്റെ അച്ഛൻ കാറുമായിട്ട് ചെന്ന് അലീനെ കൂടെ കൂട്ടിയത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അച്ഛൻ ചെയ്ത് തന്നെയാണ് ശരിയെന്ന് കൃഷ്ണ പറഞ്ഞു. അലീന വീട്ടിൽ നിന്ന് പോവണ്ടേ? അപ്പോൾ വേണ്ട, പോവണ്ട. അപ്പം അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നീ കാല് വാരുമോന്ന്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ലതേ ചെയ്തിട്ടുള്ളൂ. അലീന ചേച്ചിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കത് മനസ്സിലായതാണോ കാലുമാറ്റം എന്ന് ചോദിച്ചപ്പോൾ അത് മനസ്സിലാവാത്ത ആർക്കാണെന്ന് മനുകൃഷ്ണയോട് ചോദിച്ചു. അത് വീട്ടിലുള്ള മറ്റുള്ളവർക്കാണ് മനസ്സിലാവാത്ത, അവർക്കതൊന്നും മനസ്സിലാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു കൃഷ്ണ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അലീന അതുവഴി വരുന്നതും ദേ മനുവിനെ കാണുന്നത്. ആഹാ, അങ്ങനെ മനുവേട്ടൻ ഇങ്ങനെ എത്തിയല്ലോ. അലീന, ഞാൻ ഇവളോട് ചോദിക്കായിരുന്നു ഇവൾക്ക് സ്കൂളിൽ പോവണ്ടേന്ന്. ഞാനും ചോദിച്ചതാ, ഇവൾക്ക് ഇവിടുന്ന് പോവണ്ടെന്ന് ഇവള് പറയുന്നതെന്ന് പറയാം. അലീന ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ കണ്ടിട്ട്. അപ്പം എന്താ മനുവേട്ടൻ വിചാരിച്ചേ എന്ന് അലീന തിരിച്ച് ചോദിക്കാം. ഇന്നലെ കുറേ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതൊക്കെ ഓർത്ത് കരഞ്ഞ് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കുമെന്നോ ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പം അത് ഇന്നലെ കഴിഞ്ഞു പോയില്ലേ. സാറ് പറഞ്ഞു അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ടാന്ന്. സാറ് ഗാഡി ചെയ്യുമ്പോൾ പിന്നെന്തിനാ ടെൻഷൻ എന്നിങ്ങനെ അലീന മനുവിനോട് ചോദിക്കും കേട്ടോ. അപ്പം കടപ്പാട്ടൂരേക്ക് തന്നെയാണോ തിരിച്ചു പോക്കെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങോട്ടല്ലേ പോവേണ്ടതെന്ന് അലീന ചോദിക്കും കേട്ടോ. അന്നേരം ഇത് പിടിച്ചേ ചെപ്പലാന്നും പറഞ്ഞ് ചെരുപ്പ് കൊടുത്തു. ഞാൻ അങ്കിളിനെ കാണട്ടെ. അപ്പോൾ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടപ്പാട്ടൂർ വന്ന് അവസാന ശ്രമം നടത്തിയതെന്ന് മനു പറയാം. പക്ഷേ ആ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു മനുവേട്ടൻ വരുമെന്ന്. അപ്പോൾ മനുവിന് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ ഒരു പരിഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്ന് അലീന ഇങ്ങനെ പറയാം. ഇതിൻ്റെ വിശദീകരണം ഞാൻ പിന്നെ തരാം, അങ്കിളിനെ ഒന്ന് കാണട്ടെ കേട്ടോ. അങ്കിൾ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ റൂമിലുണ്ട്. ഇതാ ഇവിടുത്തെ 3ാമത്തെ റൂമാ, ഇതിലേ പോയാൽ മതി എന്നും പറഞ്ഞ് മനുവിനെ പറഞ്ഞു വിട്ടു. മനു അങ്ങ് പോയി കഴിഞ്ഞപ്പം ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുക നമ്മുടെ കൃഷ്ണ. അപ്പോഴത്തേക്കും ബാലൻ ഇറങ്ങി വന്നു. മനുവിനെ കണ്ടുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് മതിയെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ പോയി മനുവിനെ കയ്യിൽ പിടിച്ച് അലീനയുടെ കയ്യിലും പിടിച്ച് അതിലിങ്ങനെ ഓടി നടക്കും. ഇതൊക്കെ കണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിമോൻ ഇങ്ങനെ വഴിക്കണ്ണം നട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോഴത്തേക്കും മനു വന്നപ്പോൾ ഇവനൊരു നോട്ടമൊക്കെ നോക്കി നിൽക്കുക. മനു ഇവനെ മൈൻഡ് ചെയ്ത് അകത്തേക്ക് കയറി പോകുക കേട്ടോ. ഇങ്ങനെ അടിമുടി നോക്കുവാണേ. അപ്പോൾ എന്നിട്ടൊരു കൈകൂപ്പലൊക്കെ കാണിച്ചിട്ട് നമ്മുടെ മനു അകത്തേക്ക് കയറിപ്പോയി. നീ എന്താടാ ഇവിടെ നോക്കി നിൽക്കുന്നേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. ഇവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ല.
കൊച്ചച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നേ. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മനു അകത്തേക്ക് കയറിപ്പോയി. ഇയാൾക്കടി ഒരു ഇത് തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോകാം, ഇയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എൻ്റെ പൊന്നോ, ഒന്നും ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല. ബാക്കിയുള്ളവന് എൻ്റെ പൊന്നോ ഒന്ന് പറയാതിരിക്കുന്ന ഭേദം എന്നൊക്കെ പറഞ്ഞ് ഹരി ഇങ്ങനെ നിൽക്കുമ്പോൾ ഹരിയുടെ ഫോണിലേക്ക് കോള് വന്നു. ആ സമയത്ത് അമ്മ ഇറങ്ങി വന്നു മനുവിൻ്റെ അടുത്തേക്ക്. നീ ഇതെവിടെ പോയതായിരുന്നു എന്നും ചോദിച്ചാൽ ഞാൻ പിറവം വരെ പോയെന്ന് പറഞ്ഞു. അവിടെ എന്തിനു പോയതാ? അത് പിന്നെ എന്തേ അവിടെ പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണോ ഞാൻ ചോദിച്ചേ. അപ്പോഴേക്ക് രാജീവൻ എടാ മനു എന്നും പറഞ്ഞു അങ്ങ് ഇറങ്ങി വന്നു. നീ ഇതെവിടെ പോയതായിരുന്നടാ? നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ. എടാ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ രാജീവന് പറയാം. അപ്പോൾ ഫോൺ സൈലൻറ്റിലായിരുന്നു എന്ന് പറഞ്ഞു. എടാ എന്നാലും മിസ് കോൾ കാണുമ്പോൾ തിരിച്ച് വിളിക്കണ്ടേ? അപ്പം ഞാനിങ്ങനെ തിരിച്ച് വന്നില്ലേ ഞങ്ങളെ, പിന്നെന്താന്ന് ചോദിച്ചു. അന്നേരം നീ എറണാകുളത്തിന് വല്ലതും പോയായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, വേറൊരു സ്ഥലത്താണ് പോയത്. ബാലചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ? അപ്പം അങ്കളൊരു റിസോർട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഏത് റിസോർട്ടിലാ? അപ്പം മനു ഇങ്ങനെ രാജീവനെ നോക്കി. അല്ല നീ എന്നെ ഇങ്ങനെ നോക്കണേ, എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചു. വിവരം പിന്നെ അറിയണ്ടേടാ. അങ്കളൊരു റിസോർട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഏത് റിസോർട്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ ചെയ്യാനാ? ചെയ്യാൻ പലതും ഉണ്ട് എന്ന് രാജീവൻ പറയുമ്പോൾ എന്നാൽ പോയി ചെയ്യാം. പിറവത്ത് റിവർ വ്യൂ റിസോർട്ടിലുണ്ട് അങ്കിളും അലീനയും കൃഷ്ണജിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അപ്പം അലീനയും ഉണ്ട് അയാളുടെ കൂടെ അല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ചച്ഛൻ വേറും ഫൂളായില്ലേ എന്ന് ചോദിച്ചു. വലിയ നാടകമൊക്കെ കളിച്ച് അലീനയെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തിനാ? അങ്കിളിനെ അലീനയിൽ നിന്നും അകറ്റിയെടുക്കാൻ അല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി അതിൻ്റെ ഫലം എന്ന് ചോദിച്ചു. അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുകയല്ലേ ചെയ്തത്? അവർ റിസോർട്ടിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മനു. ആൻറ്റിയും കൊച്ചച്ഛനൊക്കെ ഇവിടെ നിന്ന് തല പുകയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പം എന്ന് പറഞ്ഞു ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അതാ ചോദിച്ചത് അവരെവിടെയാണെന്ന്. അപ്പോൾ കൊച്ചച്ഛൻ ഇവിടുന്ന് പിറവത്ത് പോയി റിസോർട്ടിൽ നിന്ന് വലിച്ചിറക്കാൻ വലിയ ഉദ്ദേശം ഉണ്ടോ? തടി കേടാകും, പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ഇന്ന് മനു ഇങ്ങനെ പറയണം. പുറകെ കേസും വരും. സിംഗപ്പൂരിലേക്ക് പിന്നെ തിരിച്ചു പോകണ്ടേ? അയാൾ എത്ര നാൾ റിസോർട്ടിൽ താമസിക്കും? ബാലചന്ദ്രൻ ഞങ്ങൾ വേണമെങ്കിൽ 1 വർഷം കൂടി താമസിച്ചെന്ന് വരും. കൊച്ചച്ഛൻ എത്ര നാൾ അവരെ ഇങ്ങനെ പുറകണക്കാൻ പറ്റും? ശരി, അയാൾ ഇങ്ങനെ തുടങ്ങി എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു ഇയാൾ. അപ്പോൾ അത് തന്നെയാണ് എനിക്കും അതിശയം എന്ന് ഈ കമല ചോദിക്കുക. നാണോ മാനോ ഇല്ലേ ബാലചന്ദ്രന്? കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് ആരെയാണെന്നാ? വീട്ടുവേലക്കാരിയെ. അത് കേട്ടപ്പോൾ മനു ഇങ്ങനെ നോക്കി അമ്മയെ. കഷ്ടമുണ്ട്, കഷ്ടം എന്നും പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കൃഷ്ണമള കിട്ടാത്തത് എന്താ? അവളുണ്ടല്ലോ അവരുടെ കൂടെ. എന്താ നിങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ അടാറിലെന്താ അത് കിട്ടണില്ലേന്നു മനു അവരോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പറയുന്ന കേട്ടാൽ തോന്നും അങ്കിളും അലീനെ മാത്രമാണ് ഒരു റൂമിൽ താമസിക്കുന്നതെന്ന്. അവളുള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കല്ലേ, അവൾക്ക് എന്നാന്നറിയാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മനു നേരെ അമ്മയുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നില്ലേ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ കേട്ടോ എന്ന് പറഞ്ഞു. എടാ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട വേലക്കാരി പെണ്ണിനെ വിളിച്ച് കാറിൽ കയറി റിസോർട്ടിൽ കൊണ്ടുപോയി അവളുടെ കൂടെ റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കുന്നവനെ പറ്റി ഞാൻ പിന്നെ എന്നതാടാ ഉദ്ദേശിക്കേണ്ടതെന്ന് ചോദിച്ചു. അതും കൂടി നീ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയുമ്പം പിന്നെ എന്താ അവർ ചെയ്യേണ്ടതെന്ന് മനു തിരിച്ചു ചോദിച്ചു. അവളെ എന്തിന് തിരിച്ചു വിളിച്ചു? അതൊന്ന്. എന്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയില്ല? അത് 2 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി നാണം കെട്ട വർത്തമാനം പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. എല്ലാവർക്കും ടാറ്റാ.